വലിയ തോതിൽ പാചകവാതക സിലിണ്ടറുകളുടെ ദൗർലഭ്യം നേരിടുന്നതായി ഗ്യാസ് ഏജൻസി ജീവനക്കാർ പറയുന്നു. നിരവധി പേരാണ് ദിവസവും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപഭോക്താക്കളെ കൈകാര്യം ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. ലോഡ് വരുന്ന മുറയ്ക്ക് പരമാവധി വിതരണം ചെയ്യാൻ ശ്രമിക്കുന്നുവെന്നും എപ്പോൾ പരിഹാരമുണ്ടാകുമെന്നതിൽ അധികൃതരിൽ നിന്ന് വ്യക്തതയില്ല എന്നുമാണ് ജീവനക്കാർ പറയുന്നത്. ഗോപാൽ ശീലാസനൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. പാചകവാതക സിലിണ്ടർ പ്രതിസന്ധി ഉണ്ടായതിന് പിന്നാലെ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ സാധാരണക്കാർ മുതൽ എല്ലാ തലങ്ങളിലും ജീവിക്കുന്ന മനുഷ്യർ സിലിണ്ടറുകൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരഹൃദയത്തിലെ ഒരു ഗ്യാസ് വിതരണ കേന്ദ്രത്തിലാണ്. ഇവിടുത്തെ സാഹചര്യം എന്താണ് എന്ന് ഇവിടുത്തെ അധികൃതരോട് തന്നെ നമുക്ക് ചോദിച്ചു മനസ്സിലായി. രാവിലെ മുതലേ ഇവിടെ തിരക്കാണ്. ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുന്നില്ല. നമുക്ക് ലോഡ് വരുന്നതനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ കൊടുക്കുന്ന നമ്മൾ സിലിണ്ടർ എങ്ങനെയാണ് സപ്ലൈ അവർ ബുക്ക് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. ബുക്കിംഗ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട് എന്നൊരു പരാതി വരുന്നുണ്ട്. ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. IVRSൻ്റെ നമ്പർ എല്ലാം ബ്ലോക്കാണ്. വാട്സപ്പ് വഴി ബുക്ക് ചെയ്യാനും ഒന്നിനും പറ്റുന്നില്ല. നമുക്ക് അപ്ഡേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. സിലിണ്ടർ അപ്ഡേറ്റ് ചെയ്യാൻ മാത്രമേ നമുക്ക് ലോഡ് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാം അത് ഫുള്ളും നമുക്ക് എല്ലാം ബ്ലോക്കായി കിടക്കുകയാണ്. നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആൾക്കാർ വിളിച്ചിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ട്. ഫോൺ കോളും നേരിട്ട് വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇവർ ഡെലിവറി ബോയ്സ് പോകുമ്പോൾ അവിടെയും ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് സിലിണ്ടർ കൊടുക്കാൻ പറ്റുന്നില്ല. സിലിണ്ടർ സാധനം നമുക്ക് കിട്ടിയാൽ മാത്രമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അതെ, അവർക്ക് അറിയില്ല. സാധാരണ നമുക്ക് ബുക്ക് ചെയ്ത് 2 ദിവസത്തിനകത്ത് കിട്ടുന്ന ഒരു രീതിയാണ് ഇത്രയും കാലം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോഴിങ്ങനൊരു ക്രൈസിസ് വന്നപ്പം ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാനായിട്ടുള്ള ബുദ്ധിമുട്ട്. നമ്മൾ ഡെലിവറി ചെയ്യാൻ പോകുന്നവരാണ്. ഫീൽഡിൽ എന്താ ഒരു അവസ്ഥ ചെല്ലുമ്പോഴെല്ലാവർക്കും ഒരു ഉത്കണ്ഠയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ ഇതിൻ്റെ ഈ ബുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. ഒത്തിരി ആൾക്കാർ വിളിക്കുമ്പോഴത്തേക്കും ആ IVRSൻ്റെ നമ്പറിന് അത്രയും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് ബ്ലോക്കായാണ് കിടക്കുന്നത്. അത്തരത്തിൽ ഈ ജീവനക്കാരെന്ന നിലയ്ക്ക് ഇവരിവിടെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നിരവധി പേരാണ് നേരിട്ട് വരുന്നതും അതുപോലെ തന്നെ വിളിച്ച് ഈ ബുക്കിംഗ് ചെയ്ത സിലിണ്ടർ എപ്പോൾ കിട്ടുമെന്ന് അന്വേഷിച്ചൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ കൈകാര്യം ചെയ്യുന്നതാണ് ഈ ഘട്ടത്തിൽ അവർക്ക് നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്നവർ പറയുന്നു. അതോടൊപ്പം തന്നെ മറുവശത്ത് ഈ ബുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നിരവധി പേർ ദിവസവും വിളിക്കുന്നുവെന്നാണ് ജീവനക്കാർ പറയുന്നത്. ഇതും രൂക്ഷമായ പ്രതിസന്ധി തന്നെയാണ് ഉണ്ടാകുന്നത്.